കരുനാഗപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ് തീരദേശത്ത് വോട്ട് തേടി. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. കരുനാഗപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. അഴീക്കൽ ഹാർബറിൽ ആവേശകരമായ വരവേൽപ്പ് മത്സ്യത്തൊഴിലാളികൾ സ്ഥാനാർത്ഥിക്ക് നൽകി. സുനാമി സ്മൃതി മണ്ഡപത്തിൽ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അഴീക്കൽ മുതൽ വെള്ളനാതുർത്ത് വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. തീരദേശത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും വികസിത ആലപ്പാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും VS ജിതിൻ ദേവ് പറഞ്ഞു. ഒരു ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിന് സാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ അഴീക്കലും ചെറിയ അഴീക്കലും ഒക്കെ പുലിമുട്ടും അതേപോലെ തന്നെ കടൽ ഭിത്തിയുടെ നിർമ്മാണം ഒക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഇതൊന്നും സാധ്യമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളുടെ അനുവദിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആർട്സ് കോളേജ് എത്രയോ വർഷമായിട്ട് ഇപ്പോൾ വാടക കെട്ടിടത്തിലും നഴ്സറി സ്കൂളുകളിലും പ്രവർത്തിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ചില റോഡുകൾക്കപ്പുറത്ത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെല്ലാം മാറ്റം ഉണ്ടാവണം. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ, മോദി സർക്കാരിന്റെ പിന്തുണയോടെ നമുക്ക് കരുനാഗപ്പള്ളിയെ ഒരു വികസിത കരുനാഗപ്പള്ളിയാക്കി മാറ്റാൻ സാധിക്കണം. നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ. ഇന്ന് കരുനാഗപ്പള്ളിയിൽ ആകെ കാണാൻ സാധിക്കുന്ന വികസനം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമാണ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടും നരേന്ദ്രമോദി സർക്കാർ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന കാഴ്ചപ്പാട് കൊണ്ടുണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനും ഓച്ചിറ റെയിൽവേ സ്റ്റേഷനും എന്തൊരു ദുരവസ്ഥയാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് നേടിയെടുക്കുവാൻ പോലും ഇവിടെ നിന്ന് പോയിട്ടുള്ള MLAക്കോ MPക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ട് കരുനാഗപ്പള്ളിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ വികസനം ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാനാണ് BJP ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.